എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനെന്നുള്ളത് കൊൽക്കത്തയിലാണ്. അപ്പോൾ അറിയാലോ, കൊൽക്കത്തയിൽ ഇപ്പോൾ ബംഗാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമായ നമ്മുടെ ദുർഗാ പൂജ അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയെന്ന് എല്ലാവർക്കും അറിയാലോ. അതാണെങ്കിൽ നമ്മുടെ തമിഴ്നാട്ടിലാണെങ്കിൽ ആദ്യത്തെ 3 ദിവസം മഹാലക്ഷ്മിയെ, പിന്നത്തെ 3 ദിവസം പാർവതി ദേവിയെ, പിന്നെ സരസ്വതി ദേവിയെ ഇങ്ങനെയാണ് പൂജിക്കാറുള്ളത്. കേരളത്തിലാണെങ്കിൽ ഇതിന് പൂജാവെപ്പ് നമ്മൾ വിദ്യാരംഭമൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ ആയുധ പൂജ, വാഹന പൂജ അങ്ങനെയൊക്കെയാണ് നമ്മൾ കേരളത്തിലും ആഘോഷിക്കാറുള്ളത്. ഇവിടെയാണെങ്കിൽ നമ്മളത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ 2-ാം തീയതി വരെ ഉണ്ട് എവിടെ, കൊൽക്കത്തയിൽ ഈ ദുർഗാ പൂജ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ നമ്മുടെ റോഡുകളിലും എല്ലാ സൈഡുകളിലും മൊത്തം ലൈറ്റ് ഡെക്കറേഷനും പിന്നെ അവർ അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കും. നല്ല അതിഗംഭീരമായ നിർമ്മാണ പ്രവർത്തനമാണ് ഇവരിൽ ഉണ്ടാവാറുള്ളത്. കാരണം ഫുൾ ലൈറ്റ് ഡെക്കറേഷൻ ആയിരിക്കും. നമുക്ക് റോഡ് ഫുള്ള് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇതാ ഞങ്ങളിപ്പോൾ എല്ലാവരും ലൈനായിട്ടാണ് കയറുന്നത്. അധികം ഇന്ന് തിരക്കില്ല, അല്ലെങ്കിൽ ഈ ടൈമിലൊക്കെ നല്ല തിരക്കുണ്ടാവാറുള്ളതാണ്. അപ്പോൾ ഇതാ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇതാ ദുർഗാദേവിയൊക്കെ ഉണ്ട്. കാരണം കുറേ പേര് പ്രാർത്ഥനയിലും കുറേ പേര് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഉള്ള ഒരു വാളണ്ടിയേഴ്സ് എല്ലാവരും പെട്ടെന്ന് തന്നെ ആളുകൾ ലൈനായിട്ട് ഔട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. കാരണം തിരക്ക് കൂടി കഴിഞ്ഞാൽ പിന്നെ നല്ല പ്രശ്നമാണ്. കാരണം ഈ ടൈമിലാണെങ്കിൽ കൊൽക്കത്തയിലാണോ വെസ്റ്റ് ബംഗാളിലായിക്കോട്ടെ എവിടെയാണെങ്കിലും നല്ല ഗംഭീര തിരക്കാണ്. കാരണം ഇതിനു വേണ്ടി മാത്രം ആളുകൾ ഈ ദുർഗാപൂജയ്ക്ക് വേണ്ടി മാത്രം ലീവ് എടുത്തിട്ടും അങ്ങ് ദൂരെ ഇപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളും എല്ലാവരും ഇവിടേക്ക് വരാറുണ്ട്. നമ്മുടെ നാട്ടിലെ പൂരം പോലെ തന്നെയാണ്, പക്ഷെ അതിനേക്കാട്ടിലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അധികം ഇവർ ദുർഗാപൂജയ്ക്ക് വേണ്ടിയിട്ട് ഇതാക്കുന്നുണ്ട്. കാരണം ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഈ അമ്പലം ഞങ്ങൾ കണ്ടു. അതിനുശേഷം ഞങ്ങൾ 4-5 പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഇതാട്ടോ തൊട്ടപ്പുറത്തൊരു ഗലിയാണ്, അതായത് ഒരു പാതയാണ്. എല്ലാ വീടുകളിലും അവർ ലൈറ്റ് ഡെക്കറേഷൻ, മാല ബൾബൊക്കെ തൂക്കിയിട്ടിട്ട് നല്ല രസമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മെയിൻ റോഡിലോട്ട് പോകണം കേട്ടോ. ഇതാ കാറൊക്കെ പോകുന്നത് കണ്ടില്ല, അതാണ് അവിടെയാണ് നമ്മുടെ മെയിൻ റോഡ്. നമുക്കിനി അവിടെ വേറൊരു ക്ഷേത്രം കൂടി ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോകാം. അപ്പോൾ അവിടെ നമ്മൾ റൈറ്റ് തിരിഞ്ഞിട്ട് പോകണം. ബസ്സൊക്കെ പോകുന്നത് കണ്ടില്ലേ. അതിൽ പതുക്കെ കുറച്ച് നടന്നതിന് ശേഷം ഞങ്ങളിതാ ഇവിടെയാണ് എത്തിയത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. നമ്മൾ ഈ അമ്പലത്തേക്ക് പോകുന്ന ടൈമിൽ ഇത് കണ്ടു. അപ്പോൾ ജസ്റ്റ് നോട്ടീസ് ചെയ്ത് വെച്ചിരുന്നു ഒന്ന് അവിടേക്ക് പോകണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ പതുക്കെ നടക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നടന്നതിന് ശേഷമാണ് മനസ്സിലായത് നമ്മൾ പോകുന്നത് ക്ഷേത്രത്തിൻ്റെ പിൻവശത്തു കൂടിയാണ്. എന്നാലും കുഴപ്പമില്ല, കാരണം എല്ലാവരുടെയും ലൈറ്റ് കൊണ്ടുള്ള ഡെക്കറേഷൻ ആയതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് ഏതാ ബാക്ക് ഏതാണെന്ന് മനസ്സിലായില്ല. പക്ഷേ കുറച്ച് നടന്നപ്പോൾ മനസ്സിലായി നമ്മൾ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്താണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഡാർപ്പായ കൊണ്ടൊക്കെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. കാരണം പക്ഷേ നമുക്ക് ബാക്കിൽ നിന്ന് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ, പക്ഷേ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ശരിക്കും ഒരു ക്ഷേത്രം ഇവർ നിർമ്മിച്ച് വെച്ച പോലെ നമുക്ക് തോന്നും. അതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്ത കാരണം കുറച്ച് ചളിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ സൈഡിലൂടെ നടന്നു. കാരണം മുളകളും ഇതൊക്കെ വെച്ചിട്ടാണ് ബാക്ക് സൈഡിൽ നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയാം, ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഡിഫറെൻ്റ്, അതിൻ്റെ എന്താ പറയുക, ശരിക്കും നമ്മളൊരു ഉണ്ടാക്കി വെച്ച പോലെ ഇരിക്കും. അതുകൊണ്ട് പതുക്കെ നടക്കാൻ തുടങ്ങിട്ടോ. ഇവിടുന്നൊക്കെ ലൈറ്റ് ഡെക്കറേഷൻ മുതൽ സ്റ്റാർട്ടായി കണ്ടോ. ഇങ്ങനെ 3 ഇതായിട്ട് അവർ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. സരസ്വതി ഞാൻ പറഞ്ഞല്ലോ, തമിഴ്നാട്ടിൽ എങ്ങനെയാണ് മഹാലക്ഷ്മി, പാർവതി, സരസ്വതി, അങ്ങനെ ആ ഒരു കൺസെപ്റ്റ് ആയിരിക്കും ഇവിടെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവിടെയാണ് ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് എത്തി. കാരണം ഇത് നമ്മുടെ എന്താ പറയുക, ലൈറ്റിൻ്റെ ഒരു മഹാസംഗമം തന്നെയാണ്. കാരണം എത്ര കളറുണ്ട്, ലൈറ്റ് ഉണ്ട്, എല്ലാ ലൈറ്റുകളും ഇവരിവിടെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് മെയിൻ കേട്ടോ. ഈ ക്ഷേത്രമാണ് മെയിൻ ക്ഷേത്രം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അവിടുന്ന് കയറിയിട്ട് നേരെ ഉള്ളിലോട്ട് പോകാം. അപ്പോൾ ഞങ്ങൾ ആദ്യം നമുക്ക് അറിയില്ലല്ലോ ഇവിടുത്തെ എങ്ങനെയാണ്, ഇവരുടെ കൾച്ചർ എങ്ങനെയാണ് കയറുന്നതെന്ന് നമുക്ക് മനസ്സിലായിരുന്നില്ല. അപ്പോൾ കുറച്ച് അവിടെയുള്ള ബംഗാളി ചേട്ടന്മാരോട് ചോദിച്ചിട്ട് നമ്മൾ കയറാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രം മാത്രം അടച്ചു വെച്ചിരിക്കുന്നു എന്ന് എനിക്കറിയില്ല, അറിയുന്നവർ പറയണം. അപ്പം നമ്മളിത് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഇതിൽ കയറാൻ പോവുകയാണ്. കാരണം ഫോട്ടോഗ്രാഫിയുടെ 5 കളിയുണ്ട് അവിടെ. നല്ല തിരക്കുമാണ്, എല്ലാവരും ഫോട്ടോഗ്രാഫി എടുക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു ആഘോഷമാണിത്. ബംഗാളിലെ ഒരു വലിയ ആഘോഷമാണ്. കണ്ടോ എത്ര വൃത്തിയിലാണ് അവർ ആ ഒരു സംഭവം നിർമ്മിച്ച് വെച്ചിരിക്കുന്നു ആലോചിച്ച് നോക്കൂ. നല്ല രസമാണ് കേട്ടോ. കാരണം നമുക്ക് സത്യം പറഞ്ഞാൽ ഇവരുടെ ദേവിമാരെയും അവരുടെ ഭഗവാന്മാരെയും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. അറിയുന്ന മലയാളികളുണ്ടാവും, പക്ഷേ പല രീതിയിലുള്ള പല രൂപത്തിലൊക്കെയാണ്. ഇതാണ് നമ്മുടെ മെയിൻ. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ശരിക്കും നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഗൾഫ് രാജ്യങ്ങളിലെ അറബികളുടെ കൊട്ടാരുണ്ടല്ലോ, അതേപോലെയൊക്കെ പ്രതീതിയാണ്. ഇതാ കാണുന്നു, ദേവിയുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പതുക്കെ നടന്ന് നീങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കൊട്ടാരം അതന്നെ നമുക്ക് പറയാം. കാരണം മാർബിൾ കൊണ്ടുള്ള കൊട്ടാരം ആ രീതി കേട്ടോ.
ഇതാ ദേവിയും പരിവാരങ്ങളൊക്കെ ആയിട്ട് കണ്ടോ, നല്ല രസമാണ് കാണാൻ, ഭയങ്കര ഭംഗിയാണ്. എത്രയോ എന്താ പറയുക, എത്രയോ മാസങ്ങളായിട്ട് അവരിതിങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ ഒരു ദിനത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒക്ടോബർ 2 അവസാന ടൈം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബംഗാളിൽ ഞാൻ പറഞ്ഞ പോലെ നല്ല തിരക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതാണ് ദേവി. അപ്പോൾ നമ്മൾ കുറച്ച് പ്രാർത്ഥിച്ചു. അധിക നേരം ഞാൻ പറഞ്ഞു, ആദ്യത്തെ അമ്പലത്തിലെ പോലെ തന്നെ അധിക നേരം അവർ നമ്മളെ നിൽക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുത്തെ കുറച്ച് സറൗണ്ടിങ്ങിൻ്റെ ആ ഭംഗിയൊക്കെ ഒപ്പിയെടുത്ത് പതിയെ പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ഒരുപാട് ദേശത്തുനിന്ന് ഒരുപാട് വേറെ ബംഗാളല്ലാത്ത ആളുകളും, ഇപ്പോൾ ഞാൻ ഒരു മലയാളിയാണ്, ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പൂജയ്ക്ക് വേണ്ടി കാത്തിരുന്ന് കുറേ ടൂറിസ്റ്റുകളും എല്ലാം ഇങ്ങോട്ട് വരാറുണ്ട്. കുറേ പേരെ നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ ഇതാട്ടോ നമ്മൾ അവിടുന്ന് താഴോട്ട് ഇറങ്ങി. ഫുൾ മാറ്റാണ്, ഒരു വലിയ സ്കൂൾ ഗ്രൗണ്ടാണ്. ഫുള്ളായിട്ട് മാറ്റൊക്കെ വിരിച്ച് അവിടെയാണ് ഇവർ ക്ഷേത്രമൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് ഇട്ടിട്ട് പോകാൻ തോന്നില്ല. ഞാൻ ഓരോ ആംഗിളിൽ നിന്നും ഓരോരോ വീഡിയോ ഇങ്ങനെ എടുത്തു. കാരണം ഏതാണ് ബെസ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോഴായിരിക്കും ലൈറ്റ് മാറുക. ഇടയ്ക്ക് ബ്ലൂ വരും, വൈറ്റ് വരും, യെല്ലോ വരും. അപ്പോൾ നമുക്ക് ഏത് റേഞ്ച്, നമ്മൾ ജസ്റ്റ് ക്യാമറ തിരിച്ചാൽ വീണ്ടും ഞാൻ അവിടേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം അത്രയ്ക്ക് രസമാണ് അവരുടെ ലൈറ്റ് ഡെക്കറേഷനൊക്കെ. ഒരുപാട് നേരം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു, കുറേ ഫോട്ടോസ് എടുത്തു. കാരണം ഇതൊക്കെ നമ്മളൊരു ജീവിതത്തിലൊരു എന്താ പറയുക, ജീവിതത്തിൽ പറയാമല്ലോ, ഞാനിങ്ങനെ കൊൽക്കത്തയിൽ ദുർഗാ പൂജ എങ്ങനെ ഞങ്ങൾ ഫെസ്റ്റിവൽ കൊണ്ടാടി എന്നൊക്കെ നമുക്ക് പറയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ നേരം അവിടെ നിന്നു. അപ്പോൾ ഈ കൊൽക്കത്തയിൽ പറയുമ്പോൾ തന്നെ ഏറ്റവും പ്രധാന ഉത്സവമാണ്, നമ്മൾ തൃശ്ശൂർ പൂരം എന്നൊക്കെ പറയുന്ന പോലെ കൊൽക്കത്തയിലെ ഏറ്റവും വലിയ പ്രധാന ഉത്സവമാണ് ദുർഗാ പൂജ. കാരണം ശരിക്കും ബംഗാളികൾക്ക് ഏറ്റവും കൂടുതൽ, കാരണം അവർ ഏറ്റവും കൂടുതൽ ജീവിതം അർപ്പിക്കുന്നത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. കാരണം അത്രയ്ക്കൊരു വലിയ കൊണ്ടാടുന്നൊരു ഉത്സവം തന്നെയാണ്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഈ വീഡിയോ. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.